ആരോഗ്യം അമൂല്യം. സെറിബ്രൽ അന്യൂറിസം, തലച്ചോറിലെ രക്തധമനികളുടെ ഭിത്തിയിലുണ്ടാകുന്ന കുമിള. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂറോ സർജറിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രേംകുമാർ എസ്. തലച്ചോറിലെ രക്തധമനികളുടെ ഭിത്തികളുടെ ബലക്ഷയം മൂലം ഭിത്തികൾ വീർത്ത് ബലൂൺ പോലെയാകുന്ന അവസ്ഥ. ഇത് 3 മുതൽ 5% വരെ ആളുകളിൽ കാണാം. ഇതിൽ ഭൂരിഭാഗവും ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ സാധാരണ ജീവിതം നയിക്കുന്നവരാണ്. അതിനുള്ളിലുള്ള പ്രഷർ വ്യതിയാനം മൂലം അത് പൊട്ടി രക്തസ്രാവം ഉണ്ടാകാം. 25% രോഗികളും ആശുപത്രികളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണമടയാം. ഇത് പുരുഷന്മാരിൽ 25-നും 45-നും ഇടയിലും സ്ത്രീകളിൽ 55-നും 60-നും ഇടയിലുമാണ് കാണപ്പെടുന്നത്. സ്ത്രീകളിൽ ഈ പ്രായത്തിൽ കാണാനുള്ള കാരണം ഹോർമോണിൻ്റെ വ്യതിയാനമാണ്. ഇനി നമുക്ക് കാരണങ്ങളൊന്ന് മനസ്സിലാക്കാം. ജനിതക വ്യതിയാനങ്ങൾ വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൂടാതെ പാരമ്പര്യമായി വളരെ കാണാറുണ്ട്. അതുകൂടാതെ കണക്റ്റീവ് ടിഷ്യൂ അസുഖങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാം. വൃക്കകളിൽ കാണുന്ന കുമിള രോഗം അഥവാ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, തലയ്ക്കുള്ള പരുക്കുകൾ മൂലം രക്തധമനികളുടെ ക്ഷതം, കഴുത്തിൽ കൊടുക്കുന്ന അമിതമായ തിരുമ്മൽ, മസാജുകൾ, ഇതുമൂലം ട്രോമാറ്റിക് അന്യൂറിസം അഥവാ ട്രോമ കൊണ്ടുള്ള കുമിളകൾ. അതുകൂടാതെ ഇഞ്ചക്ഷൻ വഴിയുള്ള മയക്കുമരുന്നുകൾ എടുക്കുന്നവർക്ക് അന്യൂറിസം വളരെ കൂടുതലാണ്. ഉദാഹരണമായി കൊക്കൈൻ ഉപയോഗം. രോഗലക്ഷണങ്ങൾ പ്രധാനമായും തലവേദന, അതികഠിനമായ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത തരത്തിലുള്ള ശക്തമായ തലവേദന, ശരിക്കും ഇടിമിന്നൽ പോലെയുള്ള തലവേദന എന്ന് പറയാം. തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക്, അപസ്മാരം, കൈകാലുകൾക്കുണ്ടാകുന്ന ബലക്കുറവ്, 1-2 കാണുക, ഡിപ്ലോപ്പിയ, കാഴ്ചക്കുറവ്, ബോധം മങ്ങൽ. പ്രധാനമായി രോഗലക്ഷണം നിരീക്ഷിച്ചും ഞരമ്പുകളുടെ പ്രവർത്തനം മനസ്സിലാക്കിയും രോഗിയെ CT സ്കാനിന് സജ്ജമാക്കാം. അതുവഴി രക്തസ്രാവം കണ്ടുപിടിക്കാം. പ്രധാന പരിശോധനകളായ CT ആൻജിയോഗ്രാഫി, DSA ആൻജിയോഗ്രാഫി ചെയ്ത് രക്തധമനികളുടെ ഘടന, രക്തക്കുമിളുകളുടെ അവസ്ഥ, രോഗിയുടെ സ്ഥിതി മനസ്സിലാക്കി ഓപ്പറേഷന് സജ്ജമാക്കാം. പ്രധാനമായി തല തുറന്നുള്ള ഓപ്പറേഷൻ, അതുവഴി രക്തക്കുമിള ക്ലിപ്പ് ചെയ്ത് നടത്തുന്ന സർജറിയാണ് സാധാരണ ചെയ്യുന്നത്. ചില സന്ദർഭങ്ങളിൽ ഓപ്പറേഷൻ കൂടാതെ രക്തധമനികളിൽ കൂടി കത്തീറ്റർ ട്യൂബ് കടത്തി പ്ലാറ്റിനം കോയിൽസ് കുമിളകളിൽ നിറച്ച് അടയ്ക്കുന്ന ഇന്റർവെൻഷൻ റേഡിയോളജി ചികിത്സ, അതുപോലെ സ്റ്റെന്റ്, ഫ്ലോ ഡൈവേർട്ടർ തുടങ്ങിയവയും പ്രചാരത്തിലുണ്ട്. ചില സന്ദർഭങ്ങളിൽ അടിയന്തര രക്തസ്രാവം നീക്കം ചെയ്യുക, CSF ദ്രാവകത്തിന്റെ ഒഴുക്കിന്റെ തടസ്സം നീക്കം ചെയ്യുന്ന സർജറിയും വേണ്ടിവരാം. ഓപ്പറേഷന് ശേഷമുള്ള ICU ചികിത്സ, ഫിസിയോതെറാപ്പി, വളരെ ദീർഘനാളത്തെ പരിചരണവും നിരീക്ഷണവും രോഗിയെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കാൻ പ്രാപ്തരാക്കും. ഇത് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ചോദിക്കാം. ക്രമമായ സമീകൃത ആഹാരം, അമിതവണ്ണം കുറയ്ക്കുക, പ്രമേഹം, രക്തസമ്മർദ്ദം, രക്തത്തിലെ കൊഴുപ്പിന്റെ അളവുകൾ നിയന്ത്രണം, സ്ഥിരമായ വ്യായാമം, മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനുള്ള വഴികൾ എന്നിവ കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഇത് നിയന്ത്രിക്കാം. തലച്ചോറിലെ രക്തധമനികളുടെ ഭിത്തിയിലുണ്ടാകുന്ന കുമിള, ഇതേക്കുറിച്ച് വിശദീകരിച്ചത് ഡോക്ടർ പ്രേംകുമാർ എസ്.